സുസ്ഥിര വികസനം വളർത്തുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് എം സുമേഷ് അവതരിപ്പിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി മാറുന്ന രൂക്ഷമായ വന്യമൃഗ ശല്യം, കാട്ടാന, കടുവ, പുലി, കുരങ്ങ് തുടങ്ങിയവയുടെ ആക്രമണവും പതിവിലേറെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിനും ഈ ബഡ്ജറ്റിൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും നാടിന്റെ വികസന കുതിപ്പിനെ താൽക്കാലികമായെങ്കിലും ബാധിച്ചിട്ടുണ്ട്. മനുഷ്യനെന്ന പോലെ മണ്ണിനെയും ജീവജാലങ്ങളെയും നമുക്ക് സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കേണ്ടത്. കൂടാതെ കൂട്ടിച്ചേർക്കാനുള്ളത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ജലസംരക്ഷണ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ 6 ഗ്രാമപഞ്ചായത്തുകളിൽ ജല ബഡ്ജറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ബഡ്ജറ്റിന്റെ മുൻഗണനകൾ രൂപപ്പെടുന്നതിൽ സജീവമായി പങ്കെടുത്തതിന് ഭരണസമിതി അംഗങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉന്നയിച്ച് പദ്ധതികൾ സമ്പുഷ്ടമാക്കിയ എല്ലാവരോടും ഹൃദയത്തോട് ചേർന്ന് ജനതയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ ഈ രേഖയെ മാറ്റുന്നതിൽ നിങ്ങളുടെ വിലയേറിയ ഉൾക്കാഴ്ചയും നിർദ്ദേശങ്ങളും നിർണായകമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ബജറ്റിന്റെ ഫലപ്രദമായ നടത്തിപ്പിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അനുകരണീയവും നവീനവുമായ സുസ്ഥിര വികസനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അവയെ പരിഗണിച്ചുകൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പ്, ഗ്രാമസഭ, വിവിധ വകുപ്പ് തലവന്മാർ, ആസൂത്രണ സമിതിയുടെ ഉപദേശങ്ങൾ, ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ എന്നിവ പരിഗണിച്ചു വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടും തയ്യാറാക്കിയ ബഡ്ജറ്റ് ആണ് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള അധ്യക്ഷത വഹിച്ചു. റോഡുകൾ, ജലവിതരണം, ശുചിത്വം, പാർപ്പിടം, വനിതാ ശാക്തീകരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 12 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിനായി 23 ലക്ഷം രൂപയും ജനറൽ വിഭാഗത്തിന് 10 ലക്ഷം രൂപയും നെൽകൃഷിക്ക് 20 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്ക് 56,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികവർഗ മേഖലയ്ക്ക് 1,50,08,000 രൂപയാണ് വകയിരുത്തിയത്. 2026-27 വർഷത്തെ പദ്ധതി വിഹിതം ധനകാര്യ ഗ്രാന്റ് ഉൾപ്പെടെ മെയിൻ്റനൻസ് അതുപോലുള്ള ഫണ്ട് ഉൾപ്പെടെ 7,50,46,000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്. ഇതിനു പുറമെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ VBG, റാംജി അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളുണ്ട്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9064234223. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.